അസ്സലാമലൈക്കും. എന്തൊക്കെയുള്ള വിശേഷം? സുഖം എല്ലാവർക്കും. അപ്പോൾ ഇത് കാവത്ത്. അപ്പോൾ ഇത് എൻ്റെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അത് ഇങ്ങനെ പുഴുങ്ങണതൊക്കെ, കാവത്ത്, ചേമ്പ്, ചേന ഒക്കെ. പക്ഷെ ഇവിടെ ആരും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ മടിയാണ്. അപ്പോൾ എന്തായാലും വണ്ടിയിൽ തന്നെ നമുക്കൊരു കഷ്ണം എടുത്തിട്ട് പുഴുങ്ങാം. അപ്പോൾ ഇതാ ഞാൻ അതിനൊരു കഷ്ണം എടുത്തിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കിക്കണം കേട്ടോ. ഇത് കുഴിച്ചിടണം. അപ്പം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം വെച്ച് കൊടുക്കുക. ആവിക്കണം കേട്ടോ, വേവിക്കണം. പിന്നെ ഇതിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പം നമുക്കിതിൻ്റെ തട്ട് വെച്ചെടുത്തിട്ട് അപ്പം നമ്മൾ ആവിക്കാണ് വേവിച്ചെടുക്കണം. ഇത് മക്കൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇതിൻ്റെ മരുമോളമ്മ കൊടുത്തയച്ചതാണ്. ചേമ്പ്, ചേന അല്ല കാവത്ത്, ചേമ്പ്, തേങ്ങ ഒക്കെ കൊടുത്തയച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേന് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാം. ഇങ്ങനെ ചതച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാന്താരി മുളകില്ല. എന്നിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ചമ്മന്തിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചായക്ക് വെള്ളം വെച്ചിക്കണേ. ചായ കുടിക്കലില്ല കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് കട്ടൻ ചായ അടിപൊളി കഴിക്കാറ്. എപ്പോഴെങ്കിലും ഒരു ദിവസം കുടിക്കണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇളം മധുരം മതി കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ നമ്മളെ കാവത്ത് നല്ലോണം വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെ ഉപ്പ് ഇടുകയെന്ന് ആലോചിക്കണ്ട. ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളെ ചമ്മന്തി ചായപ്പൊടി ഒരു തുള്ളി മതി കേട്ടോ. അപ്പം നമ്മൾ കട്ടൻ ചായ കുറേ ദിവസമായിട്ടുണ്ട്. കുറേ ദിവസമല്ല, മാസങ്ങളായിക്കോണം കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട്. പണിക്കാർക്ക് ഉണ്ടാക്കുന്നല്ലാണ്ട് നമുക്കായിട്ടൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പം കട്ടൻ ചായ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. 4 മണിക്ക് അടിപൊളി കോമ്പിനേഷനാണ് കട്ടൻ ചായ, കാവത്ത് പുഴുങ്ങിയതും ചമ്മന്തിയും. ഇപ്പോൾ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. അപ്പം ഞാനൊക്കെ ഇത് കഴിക്കട്ടെ കേട്ടോ.